ഒരു വലിയ വിഷയം പറയുന്നുണ്ട്. അതായത് ഇന്ന് സമൂഹത്തിന് നമ്മൾ നേരിടുന്ന മയക്കുമരുന്ന് എന്നുള്ള വലിയ വിപത്താണ്. അതിനെതിരെ ഒരു ശബ്ദമാണ് ഇതിനകത്തോട് വന്നേക്കുന്നത്. ആക്ടേഴ്സെല്ലാം നമ്മളെ എല്ലാ ആൾക്കാരും നമുക്ക് പരിചയമുള്ള ആക്ടേഴ്സാണ്. അവരുടെ പെർഫോമൻസെല്ലാം നന്നായിട്ടുണ്ട്. അതാണ് പ്രേംകുമാർ സാറിനെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. എനിക്കതാണ് ഇഷ്ടപ്പെട്ടു പടം. നല്ല എന്റർടൈൻമെന്റാണ്. നന്നായിട്ടുണ്ട്. കാണണം, സപ്പോർട്ട് ചെയ്യണം. ബാക്കിയെല്ലാം സീനിയർ ആക്ടേഴ്സിൻ്റെ എല്ലാം എങ്ങനെയായിരുന്നു ഷൈൻചേട്ടനൊക്കെ അഭിനയിച്ചപ്പോഴും? ഭയങ്കര ഷൈൻചേട്ടനെ ഈ വെളിയിൽ പറഞ്ഞ് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞു വെച്ചേക്കാണ്. ഷൈൻചേട്ടൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ക്യാരക്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങളൊരു അനിയന്മാരെ പോലെ കൊണ്ടാണ് ഈ റോളിലാണ് ചെയ്യിപ്പിച്ചത്. 40 ദിവസം പുള്ളിയോട് അഭിനയിച്ചത് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. അവനോട് എന്ത് ലഭിച്ചാലും ഷൈൻചേട്ടനോട് അഭിനയിച്ചത് മറക്കാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. താങ്ക് യു ഷൈൻചേട്ട. കാണുന്നുണ്ടെങ്കിൽ ഒരു സംഭവം പിടിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടെ ആക്ട് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഓഡിയൻസിന്റെ സമയത്തൊക്കെ നിങ്ങൾ എല്ലാവരെയും ഭയങ്കരമായിട്ട് അതെ 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 അത് ഭയങ്കര ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഷൂട്ടിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഷൂട്ടിൽ അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിലാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. കാണുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് തോന്നുന്നില്ല. ഒരുമിച്ച് അഭിനയിച്ചപ്പോഴേക്കും ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ പേരെങ്ങനെയാണ്? പ്രിൻസ്. നന്നായി ചെയ്തിട്ടുണ്ട്. ചിരിക്കാൻ പറ്റിയ കോമഡി പടമാണ്. ഫാമിലിക്കൊക്കെ വന്ന് കണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഒരു പടമാണ്. അതായത് അഫേമേഷൊക്കെ നല്ലൊരു ചിരി തന്നെയായിരുന്നു എല്ലാവരും തിയേറ്ററിനോട്. അടിപൊളിയാണ്. താങ്ക് യു. എല്ലാവരും കാണണം, പടം കാണണം. ഈ കാസ്റ്റാണ്. അപ്പം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്?